നിമിഷ നേരം കൊണ്ട് അച്ഛനെയും അമ്മേനെയും ചേട്ടനെയും അനിയത്തിയെയും ഒക്കെ മാറ്റി പറയാൻ കഴിവുള്ളവരാണ് ഇവരൊക്കെ. എത്ര നാൾ എന്നെ ചേട്ടാ ജ്യേഷ്ഠ എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്ത നൂറ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചത് ശരത്തെ എടാ പോടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെയാണെടാ എല്ലാവരും. ആദിലയും നൂറയും അനുമോളുടെ കൂടെ നിൽക്കുന്നതിന് ഒറ്റ കാരണം അനുമോളുടെ വോട്ട് സ്പ്ലിറ്റ് ആയിട്ട് അവർക്ക് കിട്ടും എന്നവർക്ക് ഉറപ്പുള്ളതുകൊണ്ടാണ് എന്ന് ശരത്ത് പറയുകയാണ്. ഇപ്പൊ ലൈവിലിരുന്ന് പറഞ്ഞൊരു കാര്യമാണ്. നെവിനോടും ബിന്നിയോടുമാണ് ഈ പറയുന്നത് കേട്ടോ. ഈ സമയത്ത് നെവിൻ പറയുന്നുണ്ട് ആദില നൂറ എന്റെ ടാർഗറ്റ്സ് അല്ല, അവർക്ക് എന്റെ ടാർഗറ്റ് ആവാനുള്ള യോഗ്യത പോലും ഇല്ല, നോട്ട് ഡിസേർവിംഗ് എന്നാണ് പറയുന്നത് നെവിൻ. ഇവരിങ്ങനെ ഗ്രൂപ്പായിട്ട് നിന്ന് കളിക്കുന്നതിന് ആര്യന്റെ ഒരു ന്യായീകരണം എന്താണെന്നറിയോ? നമ്മളെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ അറിയാം, അവര് പാരസൈറ്റ്സ് ആണ് എന്ന്. എന്തേലും ഒരു ലോജിക്ക് വേണ്ട ഈ പറയുന്ന കാര്യത്തിനൊക്കെ. മാസ് അടിക്കാൻ നോക്കിയതാണ്, ഒത്തില്ല. പിന്നെ അക്ബർ പറയുന്നുണ്ട് അവര് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു മെമ്പേഴ്സ് ആയിരുന്നു എന്ന്. ആര്? ആദില നൂറയുടെ കാര്യമാണ് പറയുന്നത്. അത് ജിസേലിനോട് ഇപ്പൊ പരാതി പറയുന്ന പോലെ ഇങ്ങനെ കണ്ടായിരുന്നു ലൈവില്. എന്തായാലും ആദില നൂറെ പറ്റിയാണ് ഇവർ ഈ പറയുന്നത് മൊത്തം. അനുമോളുടെ പക്ഷത്തേക്ക് അവര് തിരിഞ്ഞത് ഈ അക്ബറിനും അപ്പാനിക്കും ഒന്നും അത്ര സൂചിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇന്നലെ തുടങ്ങി ഇവരിങ്ങനെ മാറിയിരുന്നത്, അവരെ പറ്റി തന്നെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദില നൂറ അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് വാങ്ങേണ്ട ഒരു ഗതികേടൊന്നും അവർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലും അതേപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ആണ് അവർ രണ്ടുപേരും തന്നെ. അപ്പോൾ ആദിലയ്ക്കാണെങ്കിലും നൂറയ്ക്കാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു വോട്ട് സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പറയുന്ന പോലെ ഒന്നും വർക്ക് ആവണമെന്നില്ല. അനുമോൾക്ക് അനുമോളുടേതായ ഓഡിയൻസ് ഉണ്ട്. അപ്പൊ അനുമോളുടെ ഓഡിയൻസ് ആയിരിക്കും അനുമോൾക്ക് വോട്ട് കൊടുക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത്തിരി സ്പ്ലിറ്റ് ആയാലായി. പക്ഷെ ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയുന്നത് ഒട്ടും ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അച്ഛനെ അമ്മേനെയൊക്കെ മാറ്റി പറയും എന്നൊക്കെയാണ് ഈ അപ്പാൻശരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശരത്തിനെ എടാ പോടാന്ന് വിളിക്കണോ ജ്യേഷ്ഠ എന്ന് വിളിക്കണോ എന്നൊക്കെ അവര് തീരുമാനിക്കും. ശരത്ത് അവർക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അനുസരിച്ച് ശരത്തിന് തിരിച്ച് റെസ്പെക്ട് കിട്ടും, അത്രേ ഉള്ളൂ. അല്ല ഇന്നിപ്പോ ആ ഒരു ജയിൽ നോമിനേഷന്റെ സമയത്താണെങ്കിൽ പോലും നമ്മൾ കണ്ടതാണ്, ക്ലിയർ ആയിട്ട് കണ്ടതാണ്, അനുമോൾ അനീഷ് അവര് രണ്ടുപേരെയുമാണ് ഇവര് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അനുമോൾക്കുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം അനീഷിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അനുമോൾക്ക് പിന്നെയും ഒരു മൂന്ന് പേര് അനുമോളുടെ ഒപ്പം തന്നെയുണ്ട് എപ്പോഴും. അനീഷിന് അത്രയും പോലും ഒരു സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ഷാനവാസ് അവര് എല്ലാവരും തന്നെ, ഷാനവാസിന്റെ ഗ്യാങ്ങും അപ്പാനിയുടെ ഗ്യാങ്ങും എല്ലാവരും അനീഷിനെതിരാണ്. അനീഷ് ഒറ്റയ്ക്ക് നിന്നാണ് അവിടെ കളിക്കുന്നത്.